എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെലീനിയത്തിലെ എക്സ്പ്ലിസിറ്റ് വെയിറ്റ് എന്ന കൺസെപ്റ്റ് ആണ്. എക്സ്പ്ലിസിറ്റ് വെയിറ്റ് കമാൻഡ് ഡയറക്ട്സ് ദ വെബ് ഡ്രൈവർ ടു വെയിറ്റ് until a certain condition occurs before proceeding with executing the code. It will be applied for specific elements. എക്സ്പ്ലിസിറ്റ് വെയിറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഒക്കർ ചെയ്യുന്നത് വരെ വെബ് ഡ്രൈവറിനെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കോഡ് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതാണ് എക്സ്പ്ലിസിറ്റ് വെയിറ്റിന്റെ ഒരു യൂസ്. എക്സ്പ്ലിസിറ്റ് വെയിറ്റ് സ്പെസിഫിക് എലിമെന്റ്സിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇംപ്ലിസിറ്റ് വെയിറ്റിന്റെ കേസിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇംപ്ലിസിറ്റ് വെയിറ്റ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സെലീനിയം കോഡിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന എല്ലാ വെബ് എലിമെന്റ്സിനും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ എക്സ്പ്ലിസിറ്റ് വെയിറ്റ് യൂസ് ചെയ്താലുള്ള ഗുണം നമുക്ക് ഏത് എലിമെന്റ്സിനാണോ വെയിറ്റ് അപ്ലൈ ചെയ്യേണ്ടത് സ്പെസിഫിക് ആയിട്ട് ആ എലിമെന്റ്സിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് വെയിറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോവാം. ഞാൻ സെലീനിയം ടെസ്റ്റിംഗ് എന്ന പ്രൊജക്റ്റിനകത്ത് com.testനകത്ത് എക്സ്പ്ലിസിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന URL ഇതായിരിക്കും. ഇതിൻ്റെ അതൊരു പർട്ടിക്കുലർ കൺട്രോൾ വെച്ചായിരിക്കും ഞാൻ ഇതിന്റെ എക്സാമ്പിൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ പേജ് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു എനേബിൾ ഓർ ഡിസേബിൾ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഈ എനേബിൾ ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഫോർ ഇറ്റ് എന്ന് പറഞ്ഞ ലോഡർ വരും. ആ ലോഡർ പോയി കഴിയുമ്പോൾ ഇറ്റ്സ് എനേബിൾ എന്നുള്ള ഒരു വെബ് എലമെന്റ് ഡിസ്പ്ലേ ചെയ്യും. ഈ വെബ് എലമെന്റ് ടെക്സ്റ്റ് നമ്മൾ കൺസോൾ പ്രിന്റ് ചെയ്യിക്കാനായിരിക്കും നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കോഡാണ് ഞാൻ എക്സ്പ്ലിസിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് എഴുതിയിരിക്കുന്നത്. ക്രോം ഡ്രൈവറിന്റെ ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യാനുള്ള കോഡ്. അതിനുശേഷം വിൻഡോ മാക്സിമൈസ് ചെയ്യുന്നു. അതിനുശേഷം URL ലോഞ്ച് ചെയ്യുന്നു. അതിനുശേഷം എക്സ്പാത്ത് എന്ന ലൊക്കേറ്റർ യൂസ് ചെയ്ത് എനേബിൾ എന്ന ബട്ടണെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇറ്റ്സ് എനേബിൾഡ് എന്നതിൻ്റെ വെബ് എലമെന്റ് ഈ കോഡിൽ എഴുതിയിട്ടുണ്ട്. അതൊരു വെബ് എലമെന്റിലേക്ക് സ്റ്റോർ ചെയ്തു, ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞ്. അതിനുശേഷം ആ വെബ് എലമെന്റ് യൂസ് ചെയ്ത് നമ്മൾ getText എന്ന മെത്തേഡ് വിളിച്ചു. അതിനുശേഷം private.close യൂസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാമിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. അതിനുശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ എക്സ്പ്ലിസിറ്റ് വെയിറ്റ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് കാണാം ബ്രൗസർ വിൻഡോ ക്ലോസ് ആയിട്ടില്ല. നമ്മൾ ബ്രൗസർ വിൻഡോ ക്ലോസ് ആവാനുള്ള കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കോഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നോ സച്ച് എലമെന്റ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞ എറർ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ സ്ക്രീനിൽ ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യുവാണ്. അതിനുശേഷം നമ്മുടെ ടെസ്റ്റ് URL ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. ഈ എനേബിൾ ബട്ടണെ ക്ലിക്ക് ചെയ്ത ശേഷം ഒരു ലോഡർ ഡിസ്പ്ലേ ചെയ്ത ശേഷമാണ് ഇറ്റ്സ് എനേബിൾ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ആ ലോഡർ ഡിസ്പ്ലേ ചെയ്ത് പോകാനായിട്ട് 3-4-5 സെക്കൻഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ സെലീനിയത്തെ സംബന്ധിച്ചോളം ഒരു വെബ് എലമെന്റിന് വേണ്ടി സെലീനിയം വെയിറ്റ് ചെയ്യുന്ന ഒരു രീതിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആണ് ഈ ഒരു എക്സെപ്ഷൻ വരുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എക്സ്പ്ലിസിറ്റ് വെയിറ്റ് യൂസ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ വെബ് ഡ്രൈവർ വെയിറ്റ് എന്ന് പറഞ്ഞ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് ഈ ഒരു ലൈൻ ഓഫ് കോഡ് ഞാൻ കമന്റ് ചെയ്യുന്നു. ന്യൂ വെബ് ഡ്രൈവർ വെയിറ്റ് ഡ്രൈവർ ഒബ്ജക്റ്റ് പാസ് ചെയ്തു. ഇവിടെ എത്ര സെക്കൻഡ് നേരത്തേക്ക് വെയിറ്റ് ചെയ്യണം എന്നുള്ളത് ഡ്യൂറേഷൻ യൂസ് ചെയ്ത് കൊടുക്കണം. ഡ്യൂറേഷൻ ഡോട്ട് ഓഫ് സെക്കൻഡ്സ് എന്നുള്ള ഞാൻ സെലക്ട് ചെയ്യുവാണ്.
15 സെക്കൻഡ്സ് കൊടുത്തു. ഡോട്ട് അടുത്ത ലൈനിൽ അണ്ടിൽ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, അത് കോൾ ചെയ്യുക. ഇനി നമുക്ക് എക്സ്പെക്റ്റഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനകത്ത് നമ്മുടെ യൂസ് കേസിനനുസരിച്ചുള്ള വെയിറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യണം. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന ഓരോന്നും ഈ ഒരു ക്ലാസ്സിനകത്തെ മെത്തേഡ്സ് ആണ്. അപ്പോൾ ഈ മെത്തേഡ്സ് ഒക്കെയുള്ള ലിങ്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോയിൽ തന്നെ ആ ലിങ്ക് ഞാൻ ഓപ്പൺ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു സെക്ഷനിൽ നിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് വിസിബിലിറ്റി ഓഫ് എലമെന്റ് ലൊക്കേറ്റഡ് ബൈ എന്നുള്ള ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡാണ്. ഇവിടെ ഞാൻ ലൊക്കേറ്റർ പാസ് ചെയ്യുവാണ്. ബൈ ഡോട്ട് ഐ ഡി, ഐ ഡിയുടെ വാല്യൂ ഇവിടെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. മെസ്സേജ് എന്നുള്ളതാണ് ആ ഇറ്റ്സ് എനേബിൾ എന്നുള്ള ആ ടെക്സ്റ്റിന്റെ ലൊക്കേറ്റർ. ഇനി ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന ഒരു വെബ് എലമെന്റ് ആണ്. ഞാൻ ഒരു വെബ് എലമെന്റിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. അതിനുശേഷം ആ പർട്ടിക്കുലർ വെബ് എലമെന്റ് യൂസ് ചെയ്ത് ഗെറ്റെക്സ് എന്ന മെത്തേഡ് വിളിക്കുന്നു. അതിനുശേഷം ഡ്രൈവർ ഡോട്ട് ക്ലോസ് എന്നുള്ള മെത്തേഡ് വിളിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ടോന്ന്. ഫയൽ സേവ് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഇത്തവണ ഡ്രൈവർ വിൻഡോ ക്ലോസ് ആയി. അതിനർത്ഥം കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ ആ ടെക്സ്റ്റ് മെസ്സേജ് കറക്റ്റ് ആയിട്ട് കൺസോളിൽ പ്രിന്റ് ചെയ്ത് വന്നു. അപ്പൊ ഇങ്ങനെയാണ് എക്സ്പ്ലിസിറ്റ് വെയിറ്റ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ യൂസ് കേസ് അനുസരിച്ച് വേണം എക്സ്പെക്റ്റഡ് കണ്ടീഷൻ എന്ന ക്ലാസ്സിൽ നിന്ന് മെത്തേഡ് ചൂസ് ചെയ്യാൻ. ഈ കേസിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് വിസിബിലിറ്റി ഓഫ് എലമെന്റ് ലൊക്കേറ്റഡ് എന്നുള്ളതാണ്. അതാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത്. ഇനി ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പർട്ടിക്കുലർ ലിങ്കിനകത്ത് എക്സ്പെക്റ്റഡ് കണ്ടീഷൻ എന്ന ക്ലാസ്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഫ്രോം ഇന്ത്യയിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. അതിന്റെ യൂസേജസും എല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. നമ്മുടെ യൂസ് കേസ് അനുസരിച്ച് മെത്തേഡ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വാർണിംഗ് പോലെ ഇത് സെലീനിയത്തിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ തന്നെ കൊടുത്തിരിക്കുന്ന കാര്യമാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഡു നോട്ട് മിക്സ് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് വെയിറ്റ്സ്. ഡൂയിങ് സോ ക്യാൻ കോസ് unpredictable wait times. For example, setting an implicit wait of 10 seconds and an explicit wait of 15 seconds could cause a timeout to occur after 20 seconds. അതായത് എക്സ്പ്ലിസിറ്റ് വെയിറ്റും ഇംപ്ലിസിറ്റ് വെയിറ്റും കൂടെ സെയിം സ്ക്രിപ്റ്റ് ഒരിക്കലും മിക്സ് ചെയ്യരുത്. ഫ്രെയിംവർക്കിലും അങ്ങനെ ആഡ് ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ ഇംപ്ലിസിറ്റ് വെയിറ്റ് മാത്രമായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് വെയിറ്റ് യൂസ് ചെയ്യുക. രണ്ടും കൂടെ ഒരിക്കലും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല. അത് സെലീനിയത്തിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഓപ്പൺ ചെയ്യാം. ഇതാണ് ആ ലിങ്ക്. ഇവിടെ വാർണിംഗ് എന്ന് പറഞ്ഞ സെലീനിയം ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡു നോട്ട് മിക്സ് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് വെയിറ്റ്. ഈ ഒരു പോയിന്റ് ആണ് ഞാൻ ആ ഡോക്യുമെന്റിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും എക്സ്പ്ലിസിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.